വാ മ്യൂറൽ വരക്കാൻ പഠിക്കാം. മ്യൂറൽ വരക്കാൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെഷർമെൻറ്റ്, പ്രത്യേകിച്ച് ഫേസിൻ്റെ മെഷർമെൻറ്റ്. ഫേസിൻ്റെ മെഷർമെൻറ്റ് അടിപൊളിയായാലേ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടത്? ആദ്യം ഒരു ക്യാൻവാസിലേക്ക് ഒരു 9 സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കാം. ഇത് നിങ്ങളുടെ ക്യാൻവാസിനും നിങ്ങളുടെ ക്യാരക്ടേഴ്സിനും അനുസരിച്ചിട്ടൊക്കെ ഇത് അളവ് മാറും കേട്ടോ. എത്ര അളവെടുത്താലും അതിനെ ഈക്വലായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ആ ഒരു വരയെ ഡിവൈഡ് ചെയ്യണം. ഇനി വേണ്ടത് നമ്മൾ ഈ രണ്ടാമത്തെ 3 സെൻറ്റിമീറ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു 3/4 സെൻറ്റിമീറ്റർ ഏകദേശം, അല്ലെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ 3/4 സെൻറ്റിമീറ്റർ വീതം വെച്ചിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോവർ പാർട്ടിലുള്ള ആ 3 സെൻറ്റിമീറ്റർ നമ്മൾ വീണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 1.5 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വരും. ഇത് നിങ്ങളുടെ ക്യാൻവാസിനൊക്കെ അനുസരിച്ച് മാറി മാറി വരും, അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്യാൻവാസിൻ്റെ വലിപ്പവും അതുപോലെ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ രീതിയൊക്കെ വെച്ചിട്ട് ഇത് മാറി മാറി വരും. ഇതൊരു ബേസിക് മെഷർമെൻ്റ് ആണ്. അങ്ങനെ ഇങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ആ ചെറിയ മാർക്ക് ചെയ്ത സ്ഥലത്ത് കുറച്ച് ലൈറ്റായിട്ട് ഒരു ചെറിയ വര 2 ഭാഗത്തും ഒന്ന് വരച്ചു കൊടുക്കുക. എല്ലാ അളവും കറക്റ്റായിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫേസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി ഈ മെഷർമെൻറ്റിനുള്ളിൽ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ 3 സെൻറ്റിമീറ്ററാണ് ക്യാരക്ടറിൻ്റെ ഫോർഹെഡ്, നെറ്റിത്തടം വരുന്നൊരു ഭാഗമാണ്. ഞാൻ നെറ്റിത്തടം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു ഭാഗമാണ് കണ്ണ് വരക്കേണ്ടത്. ആ നെറ്റിത്തടത്തിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഐബ്രോസ് ആണ്. ഐബ്രോസ് നല്ല രീതിയിൽ വരയ്ക്കണം. വില്ലുപോലെ വളഞ്ഞ പുരികം എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ മ്യൂറലിനൊക്കെ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നീണ്ടിട്ടുള്ള കണ്ണുകൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാം കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മ്യൂറലിൽ വരുന്നതെന്ന് അറിയാലോ, അതുപോലെ വരക്കണം. അതിനുശേഷം നമ്മൾ രണ്ടാമത് വരുന്ന ആ ഒരു 3 സെൻറ്റിമീറ്ററിന് വരഞ്ഞ അവിടെ നമ്മൾ മൂക്ക് വരയ്ക്കാൻ പോവാണ്. അത് മൂക്കിന് വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. പിന്നത്തെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തതില്ലേ 3 സെൻറ്റിമീറ്റർ ഹാഫായിട്ട് 1.5 ആയിട്ട് ഡിവൈഡ് ചെയ്ത ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ലിപ്പ് വരയ്ക്കാം. അതിൻ്റെ ഏറ്റവും ലോവറിലായിട്ട് നമ്മൾ അപ്പർ ലിപ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നടുവിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലോവർ ലിപ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ചിൻ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അതിനുശേഷം ഏറ്റവും മുകളിൽ നമ്മൾ ഫോർഹെഡ് വരയ്ക്കുന്നു, പിന്നെ ചെവിയും വരയ്ക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്കെച്ച് വരുന്നത്. ഇതുപോലെയാണ്. പിന്നെ കാതിൽ നമ്മൾ ഇയറിങ്സ് വരക്കണം. ഇയറിങ്സിന് നമ്മൾ മ്യൂറലിൽ കാതല എന്നാണ് പറയുക. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഈ മ്യൂറലിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ എനിക്കറിയാൻ പോലെ പറഞ്ഞു തരാം. ഇതാണ് കാതല വരുന്നത്. ഇതിനൊരു സ്വീകാര്യത, ഈ വീഡിയോയ്ക്ക് ഒരു സ്വീകാര്യത എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ബാക്കി ഈ ചെവിപ്പൂവൊക്കെ അങ്ങനെ വരക്കേണ്ടതാണ്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ വ്യൂസും ലൈക്സും ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ ഞാൻ ചെയ്യും, ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ. ഇത് നമ്മളൊരു നോട്ടായിട്ട് ഇനി ആഗ്രഹമുള്ളവർക്ക് എഴുതിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ജസ്റ്റ് ഒരു നോട്ടായിട്ട് ഞാൻ പറയുകയാണ്. ഈക്വലായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ഒരു വര വരച്ചിട്ട്. ഞാൻ സെയിം 9 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, 3 അത് ഏറ്റവും മുകളിൽ വരുന്നത് ഹെയർ ലൈനാണ്. ആ ഹെയർ ലൈൻ നമ്മളവിടെ മാർക്ക് ചെയ്യുന്നു. രണ്ടാമത് വരുന്നത് ഐബ്രോ ലൈനാണ്. മൂന്നാമത് വരുന്നത് നോസ് ലൈനാണ്. പിന്നെ ഫൈനലായിട്ട് വരുന്നത് ചിൻ ലൈനാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് പറഞ്ഞത്. ഇത് നോട്ട്സായിട്ട് എഴുതിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കുമ്പോൾ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ വരുന്നത് ഐലിഡിൻ്റെ ലൈൻ നമ്മൾ ലൈറ്റായിട്ട് വരയ്ക്കുകയാണ്. അതിനുശേഷം അപ്പർ ലിപ്പിൻ്റെതും കൂടി വരയ്ക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവർ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് പ്ലീസ്. കാരണം ഇത് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പഠിക്കുന്നത് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം എന്നോട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക.
എന്നിട്ട് അതിൻ്റെ ഒരു ഈ വീഡിയോയുടെ ഒരു സ്വീകാര്യത എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചെവിപ്പൂവൊക്കെ വരക്കാൻ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നല്ല സൂപ്പറായിട്ട് നമുക്ക് സാരിയിലൊക്കെ അത് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ലൈന് കണക്കായിട്ട് നമ്മൾ കണ്ണും മൂക്കും വായും ഒക്കെ വരയ്ക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫൈനൽ റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇത് ഇഷ്ടമായാൽ ഞാൻ വീണ്ടും പറയുന്നു, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്താൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്